തീരക്കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചെടുക്കുന്ന നിരോധിത പെലാജിക് വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലേക്ക് മത്സ്യത്തൊഴിലാളികൾ മാർച്ച് നടത്തുകയാണ്. സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, സംഘർഷ സാഹചര്യമുണ്ടോ? അവിടെ എന്തൊക്കെയാണ് വിവരങ്ങൾ? പോലീസും ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഈ അഴീക്കോട് തീരത്തുള്ളത്. പ്രത്യേകിച്ച് ഈ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലേക്കായിരുന്നു ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. ഈ ഫിഷർ 100 മീറ്റർ അകലെ ഈ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ കയർ കെട്ടി ഈ പ്രവർത്തകരെ തടയാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തി. പക്ഷേ ഈ പോലീസിനെയും ഈ ബാരിക്കേഡായി കെട്ടിയിരുന്ന കയറുകൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റി പ്രവർത്തകർ ഈ ഫിഷറീസ് സ്റ്റേഷൻ സമീപത്തേക്ക് എത്തുകയായിരുന്നു. ഇവിടെ ഈ ബോട്ടുകൾ, നിരവധി ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. ഈ ബോട്ടുകളിലെല്ലാം തന്നെ സജിയിലേക്ക് വരാം. ശബ്ദത്തിലൊരു ചെറിയ തടസ്സമുണ്ട്. എന്തായാലും തൃശൂർ അഴീക്കോട് ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം അവിടെ കനക്കുകയാണ്. പോലീസിന് എതിരെയാണ് ഇപ്പോൾ ആ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പോലീസ് അവരെ തടഞ്ഞിരിക്കുകയാണ്. പെലാജിക് വല ഉപയോഗിച്ചാണ് ഉള്ള മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ സംഘർഷത്തിലെത്തിയിരിക്കുന്നത്, പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ അവിടെ സംഘടിച്ചിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമാണ്. പോലീസ് അവരെ നിയന്ത്രിക്കുന്നുണ്ട്. സംഘർഷാവസ്ഥയാണ് അഴീക്കോട് ഉണ്ടായിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. തീരക്കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചെടുക്കുന്ന നിരോധിത പെലാജിക് വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തത്തിനെതിരെയാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം നടക്കുന്നത്. ട്രോളിംഗ് ബോട്ടുകൾ കണ്ടുകെട്ടുക അടക്കമുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് അവരുടെ മാർച്ചും ധർണയും. സൂരജ് സജി വീണ്ടും ചേരുന്നു. സൂരജ്, എന്താണ് സാഹചര്യം? വേണു, ഈ ഫിഷറീസ് പോലീസ് സ്റ്റേഷനിലേക്ക്, അഴീക്കോട് ഫിഷറീസ് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിന് 100 മീറ്റർ അകലെ തന്നെ പോലീസ് പ്രത്യേക ബന്ദോബസ്ത് ഒരുക്കിക്കൊണ്ട് ഇവരെ തടയാനുള്ള ഒരു ശ്രമം നടന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് പ്രവർത്തകർ കടന്നതാണ്. അതിനുശേഷം ഈ ഫിഷറീസ് പോലീസ് സ്റ്റേഷന് മുന്നിലും പോലീസ് തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ പോലീസിനെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഇരച്ചെത്തുന്ന സാഹചര്യമാണുള്ളത്. പ്രവർത്തകർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇവർ പറയുന്നത് ഈ വലിയ ബോട്ടുകളിൽ ഈ പെലാജിക് വല ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനം നടക്കുന്നു. പക്ഷേ അതിൽ സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയുണ്ട്. പലപ്പോഴും ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഈ ബോട്ടുകൾ കണ്ടെത്തി, ഈ അനധികൃത വല ഉപയോഗിക്കുന്ന ബോട്ടുകൾ കണ്ടെത്തി പോലീസിന് വിവരം ധരിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇതിൽ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്ന, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ കടക്കുന്നത്. അത് തന്നെയാണ് നിരന്തരം ഈ പ്രശ്നങ്ങൾക്കിടയാക്കുന്നത്. ഒരുപക്ഷെ ഈ കടലിൽ വച്ച് പോലും ഈ മത്സ്യത്തൊഴിലാളികളും ഈ ബോട്ടുടമകളും തമ്മിൽ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും പോലും കാര്യങ്ങൾ വഴിതെളിക്കുന്നു. അപ്പോഴും സർക്കാർ ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഇവർ പ്രതിഷേധ സൂചകമായി എല്ലാം സമരം നടത്തിയിരുന്നു. പക്ഷേ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടായില്ല. ഉൾക്കടലിൽ 2 വിഭാഗമായി തിരിഞ്ഞുകൊണ്ട്, അതായത് ഈ നിരോധിത വല ഉപയോഗിക്കുന്നവരും അതിനെ തടയുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവർ ഈ ഫിഷറീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നതാണ്. ഇതിന് 100 മീറ്റർ അകലെ തന്നെ പോലീസ് പ്രത്യേക ബന്ദോബസ്ത് ഒരുക്കിക്കൊണ്ട് ഈ പ്രവർത്തകരെ തടഞ്ഞിരുന്നു. പക്ഷേ ആ ബന്ദോബസ്ത് എല്ലാം മാറ്റിക്കൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങി. വീണ്ടും പോലീസ് വഴിയിൽ ഇവരെ തടഞ്ഞു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഈ ബോട്ടുകളെല്ലാം നിർത്തിയിട്ടിരിക്കുന്ന, ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്, ഈ ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്ന ഫിഷറീസ് സ്റ്റേഷന് സമീപത്തേക്ക് ഇവർ മാർച്ച് നടത്തുകയാണ്. വീണ്ടും പോലീസ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകരും പോലീസും നിരന്തരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം, തീരം പോലെ കലുഷിതമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഈ അടിത്തട്ടിലുള്ള മത്സ്യസമ്പത്തടക്കം അരിച്ചെടുത്തുകൊണ്ടാണ് വലിയ ബോട്ടുകൾ പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം നിരോധിത വലയുമായി എത്തുന്ന ആളുകളെ തങ്ങൾ തന്നെ കണ്ടെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർക്കടക്കം കൈമാറുന്നത്. പക്ഷേ ഈ ബോട്ടുകൾ പരിശോധിച്ചുകൊണ്ട് ഈ വല കണ്ടെത്തി ഈ ബോട്ടുകൾ പിടിച്ചെടുക്കുന്നതിന് പോലും ഇവർ തയ്യാറാകുന്നില്ല. പലപ്പോഴും തങ്ങൾ ഇത് കണ്ടെത്തി കൊടുക്കുമ്പോൾ ഈ ബോട്ടിലെ ജീവനക്കാരും അതുപോലെ തന്നെ ബോട്ടിലെ തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിൽ ഒരു സംഘർഷം, അത് ഉൾക്കടലിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. തൊഴിലെടുത്തു പോലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ ഒരു സാഹചര്യം രൂപപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഫിഷറീസ് സ്റ്റേഷന് മുന്നിൽ ഈ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ അതും മറികടന്ന് മുന്നേറാനുള്ള ഒരു ശ്രമം അത് പ്രവർത്തകർ നടത്തുകയാണ്. വേണു, സൂരജ്, ഈ വല ഉപയോഗിക്കുന്ന ഈ ബോട്ടുടമകളും പോലീസും ഒക്കെ തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധമുണ്ടെന്നൊക്കെയാണോ ഈ മത്സ്യത്തൊഴിലാളികളുടെ ആക്ഷേപം?
തീർച്ചയായും വേണു. അത് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ ഫിഷറീസ് പോലീസിന്റെ അടക്കം സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ വല ഉപയോഗിക്കുന്ന ബോട്ടുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിൽ ഈ പോലീസിന്റെ അടക്കം ഒത്താശയുണ്ട് എന്നുള്ളത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ പെലാജിക് വല, നിരോധിത വലയായിട്ടുള്ള പെലാജിക് വല ഉപയോഗിച്ച് ഇവർക്ക് കടലിൽ പോകാൻ കഴിയുന്നത്. ഈ തീരത്ത് നിന്ന് ഈ ബോട്ടുകൾ പോകുമ്പോഴെങ്കിലും ഒരു പരിശോധനയ്ക്ക് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഫിഷറീസ് ഉദ്യോഗസ്ഥരോ എങ്കിലും തയ്യാറാവുകയാണെങ്കിൽ ഒരിക്കലും ഈ നിരോധിത വല ഉപയോഗിച്ചുകൊണ്ട് ഈ അടിത്തട്ട് വരെ അരിച്ചെടുക്കുന്ന ഒരു വല അത് കടലിൽ ഉപയോഗിക്കാൻ ഈ വൻകിട ബോട്ട് മുതലാളിമാർക്ക് കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ വൻകിട ബോട്ട് മുതലാളിമാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് ഈ ഫിഷറീസിന്റെയും പോലീസിന്റെയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. അതാണ് ഇവർ പറയുന്നത് ഇത്തരത്തിൽ ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് ഇവർ പറയുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. ഈ മേൽത്തട്ടിലുള്ള മീനുകൾ മാത്രമാണ് ഇവർക്ക് പിടിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വളർച്ചയെത്താത്ത മീനുകളെ പോലും, മീൻ കുഞ്ഞുങ്ങളെ പോലും ഈ പെലാജിക് വല ഉപയോഗിച്ചുകൊണ്ട് ഇവർ അരിച്ചു വാരിക്കൊണ്ട് പോകുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് തങ്ങളുടെ തൊഴിൽ മാത്രമല്ല, ഈ മത്സ്യ സമ്പത്ത് കൂടി നശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ ഈ ഫിഷറീസിന്റെ അടക്കം റിപ്പോർട്ടുകൾ വന്നിരുന്നു. സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അടക്കം റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഈ മത്സ്യസമ്പത്തിലടക്കം വലിയ ഇടിവുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പോലും കണ്ടെത്തൽ. ഈ മത്തിയുടെ കാര്യത്തിലാണെങ്കിലും അയിലയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ നിരോധിത വല ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ മത്സ്യബന്ധനം അത് ഈ മേഖലയെ തന്നെ തകർക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം. ഇവർ പറയുന്നത് ന്യായമായ കാര്യമാണ്. കാരണം മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലകുറി പ്രതിഷേധം നടത്തിയതാണ്. പക്ഷേ ആ പ്രതിഷേധങ്ങൾക്ക് മുഖവില കൊടുക്കുന്നില്ല. അത് കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഒത്താശയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥ ഒത്താശയുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ വല ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ വൻകിട ബോട്ടുകൾക്ക് പെലാജിക് വലയും ഉപയോഗിച്ചുകൊണ്ട് കടലിൽ പോകാനും അവിടെ മത്സ്യബന്ധനം നടത്താനും സാധിക്കുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും സംഘടിച്ചുകൊണ്ട് ഈ കടലിൽ വെച്ച് ഈ വല പിടികൂടുകയും ആ ബോട്ട് തടഞ്ഞു നിർത്തി ഈ ഫിഷറീസ് പോലീസിനടക്കം വിവരം കൈമാറുന്നതുമാണ് പതിവ്. പക്ഷേ അങ്ങനെ നിരന്തരം ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തൊഴിലെടുത്ത് പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ ശക്തമായ പ്രതിഷേധം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. വേണു, തൃശൂർ അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധം. ഈ നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് വൻകിട ബോട്ടുടമകൾ മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്നു, അതിന് പോലീസ് ഒത്താശ നൽകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്.